ഒറ്റപ്പാലം, മലമ്പുഴ മണ്ഡലങ്ങളിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ്. സ്ഥാനാർത്ഥിത്വം പാളിയെന്ന യൂത്ത് കോൺഗ്രസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പി.കെ. ശശിക്കും സുരേഷിനുമെതിരെയും രൂക്ഷ വിമർശനം. സിപിഎമ്മിൽ നിന്ന് ലഭിക്കാവുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് എക്സ്പയറി ഡേറ്റ് എടുത്തപ്പോൾ കോൺഗ്രസിന്റെ ചായ്പിലേക്ക് ഓടിക്കേറിയെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഗോകുൽ വി.എസ്. പാലക്കാട് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, വിസ്മയങ്ങളിൽ വിസ്മയമാകാത്തവരാണ്. അതിനെതിരെ ഇപ്പോൾ തോൽവിയും ഉണ്ടായതോടുകൂടി വിമർശനം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണോ? അത്രത്തോളം രൂക്ഷമാണോ വിമർശനം? എന്താണ് പറയുന്നത്? യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ജയഘോഷിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു വിമർശനം ഉണ്ടാകുന്നത്. ഒറ്റപ്പാലം, മലമ്പുഴ മണ്ഡലങ്ങളിലെ തോൽവിക്ക് പിന്നാലെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൽ പ്രധാനമായും ഒറ്റപ്പാലം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ പി.കെ. ശശിക്കെതിരെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. കാരണം ഇന്ന് പി.കെ. ശശി ഒരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു. ആ പ്രസ് മീറ്റിൽ ഒരു വിമർശനമായി അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൽ നിന്ന് കിട്ടേണ്ട വോട്ടുകൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. അതായത് CPM നിന്ന് ലഭിക്കാവുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് എക്സ്പയറി ഡേറ്റ് അടുത്തപ്പോൾ കോൺഗ്രസിന്റെ ചായ്പിലേക്ക് ഓടിക്കയറി എന്നാണ് പറയുന്നത്. സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നതിന്റെ തലേന്ന് രാത്രി വരെ പി.കെ. ശശി അടക്കമുള്ളവർ കോൺഗ്രസിനെ ഭൂലോകത്ത് കിട്ടാവുന്ന എല്ലാ കുറ്റങ്ങളും പറഞ്ഞു നടന്നവരാണ്. അവരാണ് പിന്നീട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായത്. വീട് ഒറ്റപ്പാലത്താണെന്ന് പറഞ്ഞ് വിലപേശിയാണ് പി.കെ. ശശി അവിടെ ഒറ്റപ്പാലത്ത് സീറ്റ് വാങ്ങിയത്. പക്ഷെ സ്വന്തം വാർഡിൽ പോലും ലീഡ് ചെയ്യാനായില്ല തുടങ്ങിയ വിമർശനങ്ങളൊക്കെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിന്റെ തുടക്കം എന്ന് പറയുന്നത്. പി.കെ. ശശി തനിക്ക് കോൺഗ്രസിൽ നിന്ന് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിച്ചില്ല എന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ വിമർശനമാണ് യൂത്ത് കോൺഗ്രസിനെ ചൊടിപ്പിച്ചതും ഇങ്ങനെ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് നീങ്ങാനും കാരണം.